കേൾക്കാതെ ചൊല്ലുണ്ട്, എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓൻ ആഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. ഇല്ല, അതിൽ ഒരാശയക്കുഴപ്പത്തിനും അടിസ്ഥാനമില്ല. ആവശ്യമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. കാരണം ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആധികാരികമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കലക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ സ്ഥിരീകരിച്ചു. അതിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കലക്ടർക്ക് ഒരു പുതിയ കലക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം അത് പുറത്ത് പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. അപ്പോൾ അതിൽ എന്താ പറയേണ്ട, എനിക്ക് പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് നിപ സ്ഥിരീകരിച്ചിട്ടില്ല, അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നാലേ എനിക്ക് പറയാൻ പറ്റും. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഇന്നേവരെ ചെയ്ത നടപടികൾ നിരുത്തരവാദപരമാണ്. അടിയന്തരമായി മന്ത്രിയും അല്ലെങ്കിൽ ജില്ലയ്ക്ക് ചാർജുള്ള മന്ത്രിയുണ്ട്, ഇവരാരെങ്കിലും ഒരു മന്ത്രി ഇവിടെ ഇതിന് ചുമതല ഏറ്റെടുക്കണം. ഞങ്ങളെല്ലാം ഇവരോടൊപ്പം ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിനും ഞങ്ങളെല്ലാം തയ്യാറാണ്. നമസ്കാരം. മുൻപ് നിപ വന്നപ്പോൾ ഇന്നത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞതാണ് കേരളം ഇപ്പോൾ മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. എരണം കെട്ടവർ ഭരണത്തിലിരിക്കുന്നത് കൊണ്ടാണ് നിപ വരുന്നത് എന്നാണ് അന്ന് മുരളീധരൻ പറഞ്ഞത്. ആന്റണിയും കരുണാകരനുമൊക്കെ ഭരിച്ചിരുന്നപ്പോഴും ഇവിടെ വവ്വാലുകൾ ഉണ്ടായിരുന്നില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. മുൻപ് നിപ്പയും കോവിഡും ഒക്കെ വന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും കെ ശൈലജ ടീച്ചറും കോഴിക്കോടിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മുഹമ്മദ് റിയാസുമൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കി നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് പരാതി. നിപ വന്ന് ആശങ്കപ്പെടുത്തി ദിവസങ്ങളായിട്ടും ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തിയിട്ടില്ല എന്ന വലിയ പരാതിയാണ് ഒരു വശത്ത്. അതിനിടയിൽ ദേവസ്വം വകുപ്പിലെ പുതിയ സ്പെഷ്യൽ പ്ലീഡറുടെ സ്മാർട്ട് ക്രിയേഷനും വിവാദമാകുന്നുണ്ട്. മുൻപ് കടത്തിയ സ്വർണം ഉരുക്കി മാറ്റിയതിന് പ്രതിസ്ഥാനത്തുള്ള പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡർ ആക്കി നിയമിച്ചതാണ് സംഭവം. നടന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. ഇല്ലാത്ത തസ്തിക ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊരു നിയമനം നടത്തിയത് ആരെ സ്മാർട്ടാക്കാനാണെന്നാണ് ചോദ്യം. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം UDF സർക്കാർ നടത്തുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ മറുപടി എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ വിശദീകരണം നൽകാൻ ഇതുവരെ കോൺഗ്രസിന് ആയിട്ടില്ല. സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം പുറത്തു വരാതിരിക്കാനുള്ള നീക്കമാണ് KB പ്രദീപിൻ്റെ നിയമനം എന്ന് മുൻ ദേവസ്വം മന്ത്രിയുടെ ആരോപണം നിസ്സാരമായി തള്ളിക്കളയാനാകുമോ? എരണം കെട്ടവരാരപ്പ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പടരുന്ന ചോദ്യം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CP നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഈ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനം സംബന്ധിച്ച് ഇന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ K മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണവും കൂടി ഒന്ന് കേൾക്കാം. പ്രതിക്ക് വേണ്ടി ബാധിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി ബാധിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. തീരുമാനത്തെ അനുകൂലിക്കുന്നു. ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. പക്ഷെ അങ്ങ് അറിഞ്ഞുകൊണ്ട് സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. ശ്രീ N ശ്രീകുമാർ, എരണം കെട്ടവർ ഭരിക്കുന്നത് കൊണ്ടാണ് നിപ വരുന്നത് എന്ന് പറഞ്ഞ K മുരളീധരനാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി. അപ്പോൾ ഇപ്പോൾ നിപ വന്നതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? നോക്കൂ ഡോക്ടർ ലാലേ, ഈ സാധാരണ എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ. ഹലോ, എക്കോ മാറ്റിക്കോളാം, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, എക്കോ മാറ്റാനായിട്ട് PCR പറഞ്ഞിട്ടുണ്ട്.
ഡോക്ടർ ലാലേ, അതായത് ഈ ഭരണപക്ഷത്ത് 10 വർഷം ഇരുന്നവർ പ്രതിപക്ഷത്തേക്ക് മാറുമ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ അവരോട് താല്പര്യമുള്ള ഒരു ചാനലിൻ്റെ വിഷയദാരിദ്ര്യമാണ് ഞാൻ ഇന്ന് കാണുന്നത്. കാരണം നിങ്ങളിന്ന് ഏറ്റെടുത്ത 2 വിഷയങ്ങളും വളരെ രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ നിപ്പയെക്കുറിച്ചാണ്. നിപ ഇവിടെ പഠന കാലത്ത് അക്കാലത്ത് കെ മുരളീധരൻ ഒരു UDF യോഗത്തിലോ കോൺഗ്രസ് യോഗത്തിലോ പ്രസംഗിച്ചതാണ് നിങ്ങളീ കാണിച്ചത്. അദ്ദേഹം അന്ന് പ്രസംഗിച്ചതുകൊണ്ട് ആ പ്രസംഗം ഉൾക്കൊണ്ട ജനങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലിട്ട് അവർ UDFനെ ജയിപ്പിച്ചു, അദ്ദേഹത്തെ മന്ത്രിയാക്കി. അദ്ദേഹം മന്ത്രിയായിട്ട് ഇന്ന് 20 ദിവസം 19 ദിവസമോ 20 ദിവസം കണ്ടേ ആയിട്ടുള്ളൂ. ആ 20 ദിവസത്തിനുള്ളിൽ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം എന്താണ്? അന്ന് അദ്ദേഹം എരണം കെട്ടവർ ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞതിനെ ഒരു പശ്ചാത്തലമാക്കിയിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞില്ല. നിപ കോഴിക്കോട് കൺട്രോൾ ചെയ്യാനായിട്ട് ആരോഗ്യവകുപ്പിന് കഴിയും. ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം വയനാടുണ്ടായിരുന്നു. അവിടെ വേറൊരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടവരെ കാണാൻ, അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് ആയിരുന്നു മിനിങ്ങാന്ന്. അപ്പോൾ ഒരു മന്ത്രി ആ സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല, കാര്യങ്ങൾ നടത്തിയാൽ മതി. ആരോഗ്യവകുപ്പ് കൃത്യമായി കൊണ്ടു നടക്കാൻ അറിയാവുന്നൊരു മന്ത്രിയാണ് കെ മുരളീധരനെന്ന് അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് തെളിയിച്ചു. ആ തെളിയിച്ചു നോക്കാൻ നിങ്ങൾ കണ്ടതാണല്ലോ. ജോലി കൊടുത്തതും, അതുപോലെ നമ്മുടെ വയറ്റിൽ കത്രിക ഒടുങ്ങിയ സ്ത്രീക്ക് ജോലി കൊടുത്തതും, അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ അന്വേഷണ കമ്മീഷനെ വെച്ചതും, ചില റിപ്പോർട്ടുകളൊക്കെ തിരുത്തിച്ചതൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ CPMനോട് താല്പര്യമുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെതിരെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഇന്ന് കിട്ടിയൊരു തമാശയാണ്. എരണം കേട്ടവർ അതൊരു വിഷയമാക്കിയിരിക്കുകയാണ്. ഇതൊന്നും അല്ല ശ്രീ ഡോക്ടർ ലാലെ വിഷയം. ശരി, ഞാൻ താങ്കളുടെ അഭിപ്രായത്തിലുള്ള വിഷയം എന്താണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നമുക്ക് അത്തരത്തിലുള്ള ഒരു പഠനവും അത്തരത്തിലുള്ള ചർച്ചയും ഒക്കെ ആകാം. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് താങ്കളിപ്പോൾ ഈ 2 വിഷയങ്ങളിൽ ഒരു വിഷയം ഇപ്പോൾ താങ്കൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ നിപ്പയുമായി ബന്ധപ്പെട്ട്. എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനെയാണോ? നമ്മൾ ഭരണത്തിൽ വരുന്നവർക്കൊക്കെ എത്ര കാലം വരെ നമ്മൾ ഒരു സാവകാശം കൊടുക്കും? മധുവിധു എന്നൊക്കെ മാധ്യമപ്രവർത്തകർക്ക് രസത്തിൽ പ്രാസത്തിൽ പറഞ്ഞൊക്കെ പോകാനൊക്കെ പറ്റും, അതൊക്കെ എല്ലാവർക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾക്കങ്ങനെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടിൻ്റെ ഒരു നിമിഷത്തെ ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പണിയുണ്ട് വേറെ. അവർ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ നടക്കണം. അവർക്കതിന് പിന്നെയും സാവകാശങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിപ്പ പോലെ, കോവിഡ് പോലെ, ഷിഗല്ല പോലെയുള്ള രോഗങ്ങളൊക്കെ വന്ന് ഭീഷണിയായി നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ മിനിറ്റുകൾക്ക് പോലും വലിയ വിലയുണ്ട് എന്നാണ് ഇന്ന് പ്രതിപക്ഷം പറയുന്നത്. ശ്രീ N. ശ്രീകുമാർ, ശ്രീ മെഹബൂബ് പറഞ്ഞ, കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അവർ എല്ലാ കാര്യങ്ങൾക്കും ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല സർക്കാർ എന്നാണ് അവർ ആരോപിക്കുന്നത്. അത് നേരെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ, അവരുടെ സഹകരണം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ, വേഗത്തിൽ മരുന്നുകൾ, മാസ്കുകൾ ഇതൊക്കെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കൂ, കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി പ്രവർത്തിപ്പിക്കൂ കാര്യങ്ങൾ, അതൊന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നവർ പറയുമ്പോൾ എന്താണ് മറുപടി? അല്ല, CPM അത് പറയുന്നതിൽ വലിയ വിലയില്ല. കാരണം എന്താ വെച്ചാൽ അവർ പ്രതിപക്ഷത്താണ്. അവരല്ലേ തന്നെ ഇപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് പിന്നെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കണം. എന്തായാലും ജനങ്ങൾക്ക് വലിയ പരാതി ഒന്നും ഉണ്ടായിട്ടായിട്ട് ഞാൻ കേട്ടില്ല. CPMന് പരാതി ഉണ്ടാകും. ആ പരാതി പിന്നെ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ പരാതി പറഞ്ഞില്ലെങ്കിൽ അവർ CPM ആവില്ല. അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ. അത് ജനങ്ങളുടെ പരാതി ആരാണ് പറയേണ്ടത്? പ്രതിപക്ഷമല്ലേ? ഇതാണല്ലോ നമ്മൾ കഴിഞ്ഞ 5-10 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നാണല്ലോ. ഇപ്പോൾ ജനങ്ങളുടെ പക്ഷം പറയേണ്ടത് ഇപ്പോഴത്തെ പ്രതിപക്ഷമല്ലേ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രതിപക്ഷമാണ് ജനങ്ങളുടെ മുഖമായിട്ട് വരേണ്ടത്. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റാണത്. പക്ഷേ അതിനൊരു സമയമുണ്ട് ഡോക്ടർ ലാലെ.
10 ദിവസം, ഒന്നാം ദിവസം ആഭ്യന്തരമന്ത്രി ചുമതലയേൽക്കുമ്പം ആഭ്യന്തരമന്ത്രിക്കെതിരെ സമരം നടത്തിയവരാണ് CPM എറണാകുളം ജില്ലയിൽ ആ പഞ്ചായത്തിൽ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് CPM എടുത്തു ചാടിയോണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. കാരണം എൻ്റെ സമയമുണ്ട്. 10-15 ദിവസം ഒരു മന്ത്രി അധികാരത്തിലിട്ടിട്ട് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും തരംതിരിച്ചിട്ടില്ല. ഇപ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം വനം വകുപ്പിൽ ആനയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. ആനകൾ മനുഷ്യരെ, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സംഘർഷം. അതിൽ അവസാനം അവിടുത്തെ ആ PROയെ പെട്ടെന്ന് വനംവകുപ്പ് മന്ത്രിക്ക് മാറ്റേണ്ടി വന്നു. കാരണം എന്താ, 10 വർഷം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. പിണറായിക്കൊപ്പം പ്രവർത്തിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ആരെയൊക്കെയാണ് സഹായിക്കേണ്ടത് അതൊക്കെ നടക്കുന്നുണ്ട്. ചിലർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ പ്ലീഡറുടെ നിയമനം അതും ഇത്തരത്തിലുള്ള കാര്യമാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അത് പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാണല്ലോ. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഈ കാര്യത്തിൽ നോക്കൂ, നിപ്പ സ്ഥിരീകരിച്ച് ദിവസങ്ങൾ ഇത്രയുമായിട്ടും വയനാട് വരെ പോയ മന്ത്രിക്കും കോഴിക്കോട് ഒന്ന് ക്യാമ്പ് ചെയ്ത്, കോഴിക്കോട് ശ്രീ K. മുരളീധരന് വളരെ വേണ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അദ്ദേഹം അതിനെ പരമാവധി ഒഴിവാക്കാത്ത ഒരാളാണ്. അദ്ദേഹം അവിടെ വരുന്നില്ല, ക്യാമ്പ് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല. ശൈലജ ടീച്ചർ ചെയ്തത് നോക്കൂ, വീണ ജോർജ് ചെയ്തത് നോക്കൂ, റിയാസ് ചെയ്തത് നോക്കൂ എന്ന് CPIM പറയുമ്പോൾ ജനം അത് നോക്കില്ലേ? നോക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ 2 മന്ത്രിമാരും, ശൈലജ ടീച്ചറുടെ കാലത്ത് ടീച്ചറെ ഒരുപാട് ആ കോവിഡ് കാലമായിരുന്നു. അപ്പോൾ ടീച്ചർ നന്നായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ടീച്ചർക്ക് ഒരു അവാർഡ്, ദേശീയ അന്തർദേശീയ നിലവാരമുള്ള UN ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് ടീച്ചർ സ്വീകരിക്കേണ്ട എന്ന് CPM പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ അന്ന് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. ടീച്ചർ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതികളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നിസ്സാര കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളും പറയും, എല്ലാവരും പറയും അത് ഭരണപക്ഷത്ത് അസ്വസ്ഥത ഉണ്ടാക്കും, അങ്ങനെ പ്രതിപക്ഷ അധികാരത്തിൽ വരും. അതിനുവേണ്ടിയൊക്കെയാണല്ലോ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലെ പ്രസംഗമൊക്കെ നടക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞാൽ അതേ കാര്യങ്ങൾ എൻ്റെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പറയണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെ, നിങ്ങൾ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറഞ്ഞിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് താങ്കൾ പറയരുത്. കാരണം വെച്ചാൽ വീണ ജോർജിൻ്റെ കാലത്തായിരുന്നു കേരളത്തിലെ ഏറ്റവും മോശമായ ആരോഗ്യ കാലാവസ്ഥ ഉണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിൽ, അതായത് ആരോഗ്യ ഭരണ നിർവഹണത്തിൽ ഏറ്റവും മോശമായിരുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ് കാലത്ത്. അതായത് വീണ ജോർജിനെ ഒറ്റയ്ക്ക് ഞാൻ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത്ര അധികാരം കൊടുത്തിരുന്നില്ല പാർട്ടി എന്നും കേൾക്കുന്നുണ്ട്. കാരണം അവരുടെ ഫോൺ എടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ വരുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറയുന്നത് ചിലരുടെയൊക്കെ എന്താണ്, ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നു, ചിലർക്ക് ജോലി കൊടുക്കുന്നു, ഇതൊക്കെയാണെന്നാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് നിപ്പയും ഷിഗല്ലയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ ലാലെ. ഞാൻ പറഞ്ഞത് ആരോഗ്യ രംഗത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ജനകീയ വിഷയങ്ങളാണ് ആദ്യം മന്ത്രി നടത്തിയത്. അതുകൊണ്ടാണ് ആ ജോലി കൊടുത്ത കാര്യമാണെങ്കിലും, അതുപോലെ തന്നെ ആ കൈ നഷ്ടപ്പെട്ട കുട്ടിയുടെ കാര്യത്തിലെടുത്ത തീരുമാനമാണെങ്കിലും, ഹർഷിതയുടെ കാര്യത്തിലെടുത്ത തീരുമാനമാണെങ്കിലും, അതുപോലെ തന്നെ ചില കാര്യങ്ങളിലെ ഡോക്ടർമാരെ വെള്ളപൂശിക്കൊണ്ട് നടത്തിയ റിപ്പോർട്ട് നിരാകരിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി വെച്ചത്, ഇതിനൊക്കെ 10-15 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു. അതൊക്കെയൊരു രോഗം വന്നു. ആ രോഗം കൃത്യമായിട്ട് അദ്ദേഹം മോണിറ്റർ ചെയ്തു. അദ്ദേഹം ഇപ്പോൾ വേണ്ടത് അതല്ലല്ലോ. ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് രോഗമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അക്കാര്യത്തിൽ നിപ്പ സ്ഥിരീകരിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രിയും കളക്ടറും 2 രീതിയിലുള്ള ഉത്തരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ, ആളുകൾക്ക് ഇതുവരെ ശീലിച്ച 10 വർഷത്തെ പകർച്ചവ്യാധി കാര്യങ്ങളിൽ, പ്രളയഘട്ടങ്ങളിലൊക്കെ ആളുകൾ കേട്ട ദുരന്തത്തെ അഭിമുഖീകരിച്ച കേരളത്തിൽ കണ്ട കാര്യങ്ങൾക്ക് ഒരു വലിയ വ്യത്യാസമുണ്ടാകുന്നു. അത് ആണോ വേണ്ടത് എന്ന ചർച്ച നടക്കുമ്പോൾ ചോദ്യം ഉയരും. ശ്രീ N. ശ്രീകുമാർ, ഞാനതിന് ഉത്തരം കേട്ടിട്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോവാം. അതായത് K. മുരളീധരൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ 5 മണിക്കാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ആ സമയത്ത് ഇതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരാതെ മന്ത്രിക്ക് പറയാൻ കഴിയില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇടതുമുന്നണി കാലത്തുണ്ടായിരുന്ന ഡയറക്ടർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയം വന്നിട്ടില്ല. അതിനുശേഷമാണ് കളക്ടർക്ക് അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കിട്ടിയത്. അത് കളക്ടർ മന്ത്രി അറിയിക്കേണ്ടതിന് പകരം കളക്ടർ നേരിട്ട് പത്രസമ്മേളനം നടത്തി കാര്യം പറഞ്ഞു. പത്രസമ്മേളനമാണോ അതോ നിങ്ങൾ പത്രലേഖകർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതായി താങ്കൾക്ക് പറയാമോ?
ഞാൻ കഴിയട്ടെ. അപ്പോൾ അതുകൊണ്ട് കളക്ടർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കളക്ടർ ഉടൻ തന്നെ മന്ത്രിയെ പിറ്റേന്ന് വിളിച്ച് തനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അവരെ ഖേദം പ്രകടിപ്പിച്ചതാണ് അറിഞ്ഞത്. ഖേദം എന്ന് വെച്ചാൽ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്നുള്ളൂ. ഒരു കളക്ടർ മന്ത്രിയോട് എന്താണോ പറയുക അതവർ പറഞ്ഞു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അറിയാൻ കഴിഞ്ഞത് പറയാൻ പറ്റില്ല, പറഞ്ഞു. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കളക്ടറോട് തന്നെ മന്ത്രിയെ വിളിച്ചാണ് പറയേണ്ടത് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അത് മന്ത്രി എന്ന് പറഞ്ഞു അവർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു, കളക്ടർ പുതിയതാണ്, പരിചയക്കുറവുണ്ടായിരുന്നു. ആ വിഷയം കഴിഞ്ഞു. അതൊന്നും ജനങ്ങൾക്കിടയിൽ ഒരു വിഷയമല്ലെന്ന്, ഒരു ചർച്ചയല്ല. ജനങ്ങൾക്കിടയിൽ വിഷയമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം ആയി കേൾക്കാത്ത ഒരു കാര്യമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് നമുക്ക് അന്വേഷിക്കണ്ടേ? അത് മാത്രമല്ല, കളക്ടർ അക്കാര്യത്തിൽ അറിഞ്ഞിട്ടും അക്കാര്യം പറയാതിരിക്കണമായിരുന്നു, മന്ത്രിയോട് നേരിട്ട് പറയണമായിരുന്നു എന്ന് താങ്കൾ പറയുന്നത്, ഇങ്ങനെ ഒരു അവസരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ? എൻ്റെ ഡോക്ടർ ലാലേ, ദയവായിട്ട് എന്നെ ഒരു തിരനോട്ടം നടത്താനായിട്ട് എന്നെ പ്രേരിപ്പിക്കരുത്. കഴിഞ്ഞ 10 വർഷം എന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പ് ഭരിക്കാൻ ആളില്ലായിരുന്നല്ലോ, അതല്ലേ സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞത്. ഇവിടെ മന്ത്രി മുരളീധരൻ അധികാരിയായിട്ട് എന്താ പറഞ്ഞത്? സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുന്നില്ല. ഞാൻ മന്ത്രിയായിട്ടിരിക്കുന്ന എന്തിനാ പിന്നെ മന്ത്രി എന്നാണ് ചോദിച്ചത്. സിസ്റ്റത്തിൻ്റെ തകരാറാന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും തലക്കിട്ട് പോകുന്നൊരു മന്ത്രിയല്ലിത്. ഞാൻ പറഞ്ഞല്ലോ 20 ദിവസം ആയിട്ടുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു രോഗബാധ വന്നു. അതിന് തിരക്ക് ഇങ്ങനെ ഈ കളക്ടറുടെ വിഷയം ഞാൻ വ്യക്തമാക്കിയല്ലോ, മന്ത്രിയും വ്യക്തമാക്കി, കളക്ടർ നാളെ ഒരു പക്ഷേ വ്യക്തമാക്കാൻ ചോദിച്ചാൽ പറയുമായിരിക്കും. ഞാൻ അത് വ്യക്തമാക്കിയല്ലോ. കളക്ടർ മന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞതായിട്ട് പറഞ്ഞു അതിങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അത് ശരിയാണത്. അതൊരു തർക്ക വിഷയമല്ലല്ലോ ഡോക്ടർ ലാലേ. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുക്കാതെ എത്ര കാര്യം പറയണം? അവസാനത്തെ കാര്യം മാത്രമേ പറയാനുള്ളൂ, സിസ്റ്റത്തിന്റെ തകരാറ്. സിസ്റ്റത്തിന്റെ തകരാറ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും പറയാനുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത്. എരണം കെട്ടവർ ഭരിച്ചാൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ചും പറഞ്ഞത്. പക്ഷേ ഇവിടെ നടന്ന ഒരു സിസ്റ്റം ഫെയിലുവറിൽ ഇത്തരത്തിലൊരു കോർഡിനേഷൻ്റെ കുറവോ അത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കാത്തത് കൊണ്ട് പകർച്ചവ്യാധി രൂക്ഷമായതിൻ്റെയോ രാജ്യത്ത് തന്നെ മാതൃകാപരമെന്ന് കേട്ട സംസ്ഥാനത്തെ ആരോഗ്യ പരിപാലനത്തിൽ അത് അല്ല എന്ന് പ്രതിപക്ഷത്തിന് പറയാനൊരു അവസരമുണ്ടായതോ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നോ എങ്കിൽ കൃത്യമാണ്. ഇപ്പോൾ വായടപ്പിക്കാൻ നമുക്ക് കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. താങ്കൾക്ക് അത് പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ എൻ ശ്രീകുമാർ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടല്ലോ. ഞാൻ രണ്ടാമത്തെ വിഷയം അടുത്ത റൗണ്ടിലേക്ക് വന്നെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ, നിപയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ 1 മാസം പോലും ആകാത്ത സർക്കാരിനെ ഇങ്ങനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന എൻ ശ്രീകുമാറിൻ്റെ തിരിച്ചുള്ള ചോദ്യത്തിന് കൂടി മറുപടി. അല്ല, ശ്രീകുമാർ വളരെ ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ കണ്ട്, എന്താ നമ്മൾ കൊച്ചാക്കോ എന്ന് പറയുന്നില്ല, അതിനെതിരായിട്ടുള്ള വിമർശനമൊന്നും അത്ര കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വൈദ്യശാസ്ത്രത്തെയും നമ്മുടെ സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം അത്യന്തം ഭയജനകമായ ഒരു വ്യാപന സ്വഭാവമുള്ള സാംക്രമിക രോഗമാണ് ഈ നിപ്പ എന്ന് പറയുന്നത്. ലോകത്ത് അതിനെ ഏറ്റവും നന്നായി മാനേജ് ചെയ്ത അനുഭവപാഠമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കോഴിക്കോട്ടിപ്പോൾ ഒരു നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് വലിയ പരിഭ്രാന്തിയിലേക്ക് ആളുകൾ എത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാരോഗ്യ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശൈലജ ടീച്ചറുടെ കാലത്ത് തന്നെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരനുഭവങ്ങളുമില്ലാത്ത, മുൻകാല അനുഭവങ്ങളില്ലാത്ത ഒരു കാലത്താണ് നമുക്ക് അപരിചിതമായ ഒരു സാംക്രമിക രോഗത്തെ നമ്മൾ വളരെ പ്രതിബദ്ധതയോടുകൂടി കൈകാര്യം ചെയ്ത്, ആ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ സംസ്ഥാനം അന്ന് ഭരിച്ച മന്ത്രി ഓടി പേരാമ്പ്രയിലേക്ക് വരികയാണ് ചെയ്തത്. അവർ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്തത്. മിസ്റ്റർ മുരളീധരന് എന്താണ്, തൻ്റെ കീഴിലുള്ള UDF സർക്കാരിന് കീഴിലുള്ള ഒരു കലക്ടറാണ് കോഴിക്കോട്ട് കലക്ടർ. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ ഇല്ലാത്തത്? ശ്രീകുമാർ പറയുന്നത് പോലെ അവരുടെ ചില കാര്യങ്ങളിൽ അജ്ഞതയുടെ പ്രശ്നമാണോ? അല്ല, ഇത്രയും ദിവസമായിട്ട് മന്ത്രി എന്തുകൊണ്ട് കോഴിക്കോട്ട് വന്നില്ല, കോഴിക്കോട്ട് നിന്നില്ല? ഈ നിപ്പ പരിചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയോ? ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ നിപ്പ രോഗി അവിടുത്തെ വാർഡിൽ നേരത്തെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലാണ്. ആ ഐസൊലേഷൻ വാർഡിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളുണ്ടോ? കാര്യക്ഷമമായി രോഗിയെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാരാ? ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നോക്കേണ്ടതാരാ? മുരളീധരനാണ്, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ്. ആ ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല,
അദ്ദേഹത്തിൻ്റെ നിപ്പയെ സംബന്ധിച്ച ഒരു അവബോധമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ടല്ലോ, ആ എരണംകെട്ട പ്രസംഗത്തിലുണ്ട്. അതൊരു എരണംകെട്ട പ്രസംഗ, ഒട്ടും കൊള്ളില്ലാത്ത പ്രസംഗ, തീരെ കൊള്ളാത്ത ആളുകളാണ്, ഒന്നിനും കൊള്ളാത്തവരെയാണ് മലയാള ഭാഷയിൽ നമ്മൾ എരണം കൊട്ട എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലെ സമീപനം ഒന്നിനും കൊള്ളാത്ത സമീപനമാണ്. അദ്ദേഹം എത്ര നിസ്സാരമായിട്ടാണ് നിപ്പയൊക്കെ അന്ന് കണ്ടത്. അതിന് സമാനമാണ് ഈ രോഗം വന്നിരിക്കുന്നത് ഒരു പാവപ്പെട്ട ക്ലീനിങ് തൊഴിലാളിക്കാണ്. അദ്ദേഹം ആ പ്രദേശത്തെ കെട്ടിടങ്ങളൊക്കെ പഴയ മുറികളൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു തൊഴിലാളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ രോഗം പലരിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉദ്യോഗസ്ഥർക്കൊക്കെ അനുഭവമായി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവിടുത്തെ MLA-യുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ മന്ത്രി എന്ന നിലക്ക് ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടോ? ഇത് വളരെയധികം തീവ്രമായ വ്യാപന സ്വഭാവമുള്ള ഒരു രോഗാണുവാണ്. ഈ രോഗാണുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്നും വൈദ്യശാസ്ത്രം വേണ്ടത്ര അറിവുള്ള എന്ന കാര്യം കെ മുരളീധരനോട് ഇത്തരം രോഗമൊക്കെ വരുന്നത് വവാല് പണ്ടും ഉണ്ടായിരുന്നല്ലോ, വവാല് കരുണാകരൻ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നല്ലോ, AK ആന്റണി ഭരിക്കുന്ന കാലത്തുണ്ടല്ലോ, അന്നൊന്നും അത്ര രോഗം വന്നില്ലല്ലോ, ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ രോഗം വന്നത് എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ലേ. ഈ പരിഹാസ ജൽപ്പനങ്ങൾ, ഈ ജൽപ്പനങ്ങൾ ഒരു ഗൗരവപൂർവ്വം മനുഷ്യരാശിയെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നതാണ്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പലതവണ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അത് എങ്ങനെയാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കാണുന്നത്? ഭരണവും പ്രതിപക്ഷവും ഒന്നും മനുഷ്യരുടെ കാര്യത്തിൽ ബാധകമല്ല. നിങ്ങൾ ഭരിച്ചാലും പ്രതിപക്ഷത്തിരുന്നാലും മനുഷ്യർ നേരിടുന്ന അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെ അക്രമകാരിയായ ഒരു രോഗാണു വരുമ്പോൾ ആ രോഗാണുവിനെ എന്താണ്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുക, അതിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് പിടിപെട്ട ആളുകളുടെ മാത്രം പ്രശ്നമല്ലല്ലോ, മറ്റുള്ളവരേക്കും സംക്രമിക്കാനുള്ള, പടരാനുള്ള വലിയ സാധ്യതകളുള്ള, വളരെ ഭയപ്പെടുത്തുന്ന സാധ്യതകളുള്ള ഒരു രോഗാണുവാണിത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന സമയത്ത് തമാശ പറയുകയാണോ, കളിയാക്കുകയാണോ, അവജ്ഞയാണോ? ഇതാണോ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ലോകത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിനകത്ത്, പാർലമെൻ്ററി ഡെമോക്രസിക്കകത്ത് ഭരണപ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യരാശിയെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവർ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഒന്നിച്ചു നിന്നോ കോൺഗ്രസ് പാർട്ടി? ഒന്നിച്ചു നിന്നോ അന്ന് UDF? പരമാവധി ഈ സംവിധാനങ്ങളെയെല്ലാം അവതാളത്തിലാക്കി ഈ സർക്കാരിന് പേരുദോഷമുണ്ടാക്കാൻ കഴിയുമോ എന്ന വൃത്തികെട്ട രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയാണ്. ആ വൃത്തികെട്ട രാഷ്ട്രീയ കളിയുടെ അപഹാസ്യമായ പ്രകടനമായിരുന്നു മിസ്റ്റർ മുരളീധരൻ്റെ ആ എരണംകെട്ട പ്രസംഗം. ആ എരണംകെട്ട പ്രസംഗം, ഒന്നിനും കൊള്ളാത്ത പ്രസംഗം, ചരിത്രത്തെയും സമൂഹത്തെയും രോഗത്തെയും വൈദ്യശാസ്ത്രത്തെയും ഒക്കെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ അജ്ഞതയാണ്. അദ്ദേഹം കോവിഡ് വന്നപ്പോൾ, അതിനുശേഷമാണല്ലോ കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ലാലിന് ഓർമ്മയില്ലേ? ശ്രീകുമാർ ഓർമ്മയുണ്ടെങ്കിലും അത് മറച്ചു പിടിക്കും. എന്താ പറഞ്ഞത്? 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ കൊറോണയുടെ അണുക്കളൊക്കെ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. മനുഷ്യരാശി നേരിടുന്ന അതീവ ഗുരുതരമായ, ലോകത്തെമ്പാടുമുള്ള ജീവശാസ്ത്രജ്ഞരും ജന്തുശാസ്ത്രജ്ഞരും വൈദ്യശാസ്ത്രജ്ഞരുമൊക്കെ അങ്ങേയറ്റ ഉത്കണ്ഠയോടുകൂടി സമീപിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊറോണ പോകും എന്നാണ്. അത്രയും ലാഘവത്വമുള്ള അദ്ദേഹത്തെ പോലെ ഒരാളാണല്ലോ ഈ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്, ലജ്ജയേക്കാളേറെ സങ്കടം വരുന്നുണ്ട്. കാരണം കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ, അതിൻ്റെ വസ്തുതയിൽ, അതിൻ്റെ വസ്തുനിഷ്ഠതയിൽ സമീപിക്കാൻ കഴിയാത്ത ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മിസ്റ്റർ മുരളീധരൻ മാറുകയാണ്. അപ്പോൾ അദ്ദേഹം ദേവസ്വം വകുപ്പിൻ്റെ ഒരു അഭിഭാഷകരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം നമ്മളെല്ലാം കേട്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടി തീരുമാനമാണ്, അതൊക്കെ മുഖ്യമന്ത്രിക്ക് വിട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളമാകെ പാട്ടുപാടി ഇടതുപക്ഷത്തിനെതിരായി അപവാദങ്ങൾ പ്രചരിച്ചവരാണ്. സ്വർണം കട്ടത് ആരാണപ്പാ എന്ന് ചോദിച്ചവരാണ്. യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ എല്ലാവിധത്തിലുമുള്ള ആശ്രിതത്വത്തിൽ കഴിയുന്ന കള്ളന്മാരാണ്. അതിലൊരാളാണ് ഈ പങ്കജ് ഭണ്ഡാരി. ഈ ഇപ്പോൾ ഈ പ്രദീപ് അഭിഭാഷകരായിട്ടുള്ള ഈ എന്താ പറയുക, സ്വപ്ന ക്രിയേഷൻസോ, ആ ക്രിയേഷൻസിൻ്റെ
സ്വപ്ന ക്രിയേഷൻസിൻ്റെ Smart ആളുകൾ Creations. അവരെല്ലാമാണ് സ്വർണം കട്ടത്. അത് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അവർക്ക് പ്രത്യുപകാരം ചെയ്യുകയാണ്, അവരോടുള്ള ഉപകാരസ്മരണയാണ് ഈ പ്രദീപിനെ ഇപ്പോൾ സർക്കാരിൻ്റെ ദേവസ്വം അഭിഭാഷകനായിട്ട് പ്രത്യേക പ്ലീഡറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം മര്യാദക്ക് ഞാൻ അതിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ അത് രണ്ടാം റൗണ്ടിലേക്ക് മാറ്റി വെച്ചതാണ്. നമ്മൾ ഉത്തരം പറയണം. ശരി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ എം ജയചന്ദ്രനോടുകൂടി ഞാൻ ഈ വിഷയത്തിലൊന്ന് നിപ്പയെക്കുറിച്ചുള്ള കാര്യത്തിലൊന്നും ചോദിക്കട്ടെ. ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അന്ന് ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട അടിയന്തര ഇടപെടലുകൾ ഭരണത്തിലെത്തിയ ശേഷം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ, പറച്ചിലുകൾ എന്ന രീതിയിലാണ് പ്രതികരണം നമ്മൾ കേട്ടത്. ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ഉൾപ്പെടെ അതിനെക്കുറിച്ച് പറഞ്ഞതും ഈ നിപ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അത് പോരാ എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ വിശകലനം ചെയ്യുക? ഡോക്ടർ ലാല്, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഈ ചോദ്യം പോലും കേൾക്കാൻ പറ്റാത്ത വിധം PCR നിന്നുള്ള സംസാരങ്ങൾ ഗുരുതരമാണ്. ഒന്ന് അവിടെ പറയണേ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് എന്തായാലും താങ്കളുടെ ആശയത്തിൽ നിന്നാണ് ഞാൻ ഈ മറുപടി പറയുന്നത് കേട്ടോ. വീണ്ടും അത് അങ്ങനെ തുടരുകയാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ തുടർന്നോളൂ. PCR അത് താങ്കളിലേക്ക് അവിടെ PCR-ൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കേൾക്കേണ്ടതില്ല, അത് അവിടെ മ്യൂട്ട് ചെയ്യാവുന്നതാണ്. അല്ല, അവർ ചെയ്യേണ്ടതല്ലേ അവരത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കേൾക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഏതായാലും ഈ വിഷയത്തിൽ പിന്നെ ഈ തുടക്കത്തിൽ തന്നെ എന്തോ ഇതെന്താണ് ഡോക്ടർ ലാൽ അവിടെ സംഭവിക്കുന്നത്? എനിക്ക് പിടിയും കിട്ടുന്നില്ല. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തോ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ഞാൻ താങ്കളിലേക്ക് ഉടനെ വരാം. ഞാൻ അതിനിടയ്ക്ക് ഈ രണ്ടാമത്തെ വിഷയം കൂടെ ഒന്ന് എടുത്തിട്ട് താങ്കളിലേക്ക് രണ്ടും ഒരുമിച്ച് ഞാൻ ചോദിക്കാം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇപ്പോൾ ഇക്കാര്യത്തിൽ നിപ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയത് എന്നതാണ്. അത് അങ്ങനെ അന്ന് കാണാതിരുന്നവരും അന്ന് അതിനെ പിന്തുണയ്ക്കാത്തവരും ഒക്കെ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കത് ഏറ്റുപറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോഴാണ് അതേ മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം വകുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിഭാഗത്തുള്ള ആളിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറാകുന്നത് അതെന്തുകൊണ്ടാണ്? നോക്കൂ ഡോക്ടർ ലാലേ, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഏത് പ്രതിഭാഗത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ നിയമിതനായ പ്രദീപ് കുമാർ? ഈ കാര്യത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്താവായിരുന്നല്ലോ ഇത്രയും കാലം ഈ പ്രദീപ്, കെ ബി പ്രദീപ്. അതെ, അല്ല, സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി പ്രദീപ് കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല, ഹാജരായിട്ടുണ്ടെന്ന് തന്നെ ഉണ്ട്. ഇല്ല, എനിക്ക് അതിൻ്റെ അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ശരിയാണ്. അദ്ദേഹം ആ കേസിൽ അവിടെ ഇടപെട്ടു എന്നുള്ളത്, ആ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇടപെട്ടു, അവർക്ക് വേണ്ടി ഹാജരായി കഴിഞ്ഞു. ആ കേസ് കഴിഞ്ഞാൽ പിന്നെ ആ അഭിഭാഷകനെ ഗവൺമെൻറ് ദേവസ്വത്തിലൊരു സ്പെഷ്യൽ പ്ലീഡറായിട്ട് വെച്ചാൽ അതിലെന്താ തെറ്റ്? തീർന്നിട്ടില്ല, ആ കേസ് കുറ്റപത്രം പോലും തയ്യാറാക്കിയിട്ടില്ല, ഇപ്പോഴും കോടതിയിൽ നൽകിയിട്ടില്ലാത്തൊരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രമാദമായ കേസാണ്. അത് അട്ടിമറിക്കപ്പെടുമോ എന്ന് പ്രതിപക്ഷം തന്നെ വലിയ രീതിയിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അക്കാര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്ക് നേരെ പോലും വിരൽ ചൂണ്ടുന്ന അവസ്ഥയുള്ളപ്പോൾ അവിടെ പല കാര്യങ്ങളും ഇപ്പോഴും പൊതുജനമധ്യത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥയുള്ളപ്പോൾ നേരത്തെ ഇവിടെ പ്രതിപക്ഷം പറഞ്ഞത് സോണിയാഗാന്ധിക്ക് നേരെ പോലും ഈ ചില ചിത്രങ്ങൾ വെച്ച് പറഞ്ഞല്ലോ, അതുപോലും അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ എന്ത് അത്യാവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ ഈ അഭിഭാഷകനെ തന്നെ സ്പെഷ്യൽ പ്ലീഡറായി ഇല്ലാത്ത ഒരു തസ്തിക ഉണ്ടാക്കി അവിടെ അതിൽ നിയമിക്കാൻ എന്നതാണ് ചോദ്യം വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞ ഉത്തരം ശ്രീ കെ മുരളീധരൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഞാനല്ല,
അത് മുഖ്യമന്ത്രിക്ക് അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയായിരുന്നു എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ സത്യാവസ്ഥ പറയുകയാണ്. നിങ്ങൾ മുരളീധരനോട് ചോദിച്ചിട്ടുണ്ടാവില്ല, ചോദിച്ചാൽ അദ്ദേഹം പറയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളെന്നുള്ള ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ അദ്ദേഹം സ്പെഷ്യൽ ഗവൺമെൻറ് ദേവസ്വം ലീഡറായിട്ട് നിയമിച്ചത് മന്ത്രിസഭയാണ്. ശ്രീ VD സതീശൻ എന്ന അഡ്വക്കേറ്റ്, അതുപോലെ ഒരുപാട് അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ പ്രോസിക്യൂഷൻ ഓഫ് അഡ്വക്കേറ്റ് ജനറൽ, DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ്, ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടാണല്ലോ ഒരാളെ വെക്കുക. സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഇദ്ദേഹം മുമ്പ് ആ കേസിൽ ഹാജരായി എന്നുള്ള ശരി. ആ കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാജരാകൽ അത് കഴിഞ്ഞു. ആ കേസ് കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഉള്ള കേസ് സ്വർണം കൊള്ള സംബന്ധിച്ച കേസ് മനസ്സിലാക്കിയത് ശ്രീകുമാർ. ഈ കേസ് കഴിഞ്ഞു, പ്രദീപ് കുമാറിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ എപ്പോഴാണ് ശ്രീകുമാർ മനസ്സിലാക്കിയത്? നോക്കൂ, അങ്ങനെ പ്രതിഭാഗത്തുള്ള ഒരാളെ ഗവൺമെന്റ് ലീഡറായിട്ട് വെക്കാൻ പറ്റുമോ? ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ ഒന്ന് ക്ഷമിക്കൂ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ്റെ അല്ല ഞാൻ പറയട്ടെ. അതായത് ഒരു വക്കീലെന്ന് പറഞ്ഞാൽ ആ വക്കീൽ ഒരുപാട് കേസുകളിൽ ഹാജരാകും. ചെറിയ ഒറ്റ ഉദാഹരണം പറയാം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പിനെ അറിയാമല്ലോ. അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് ജനറലായിരുന്നു ഇടതുമുന്നണി പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അദ്ദേഹം TP വധക്കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ ആളല്ലേ. പക്ഷേ അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് വെച്ചപ്പോൾ അദ്ദേഹം എത്ര ഭംഗിയായിട്ട് ആ ജോലി നിർവഹിച്ചു എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതൊരു അഭിഭാഷകരുടെ ജോലിയാണ്. അഭിഷേക് മനു സിംഗ്വി ഹൈക്കോടതിയിലെ ഒരു കേസിൽ ഹാജരായ കേസുകളിൽ CPM-ന് ഇല്ലാത്ത എതിർപ്പ് അവർക്ക് ആ താല്പര്യം കൊണ്ട് അവർ ആ സർക്കാരിൽ അദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ളത് കൊണ്ട് അതേ താല്പര്യമാണ് ഇവിടെയും ഉണ്ടായത് എന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് നിങ്ങളുടെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അത് ക്രിമിനൽ കുറ്റത്തിന് വേണ്ടി ഹാജരാകും, അത് സിവിൽ കേസിൽ ഹാജരാകും, എല്ലാം ഹാജരാകും. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്ലീഡറായിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി ദേവസ്വത്തിന് വേണ്ടിയാണ് ഇനി അദ്ദേഹം വാദിക്കുക. അതുപോലെ പ്രദീപിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ദേവസ്വം ബോർഡിന് വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് നഷ്ടപ്പെട്ട ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കമ്പനി ഇടപെട്ട് ഈ സ്വർണമൊക്കെ ഉരുക്കി എന്നുള്ളത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റപത്രത്തിൽ അതൊക്കെ വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? നോക്കൂ ഡോക്ടർ ലാലെ, അദ്ദേഹം ദേവസ്വത്തിന് ഒരുപാട് സ്വത്തുണ്ട്. അവിടെ കഴിഞ്ഞ കേസിൽ എൻ്റെ ഓർമ്മ ഞാൻ പറയുന്ന ചിലപ്പോൾ ഒരു പിശക് വന്നാൽ അത് ഞാൻ തിരുത്താം. അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിടെ ഹാജരായത് രാജ്മോഹൻ എന്ന വക്കീലാണ്. അന്ന് സ്പെഷ്യൽ ഒരു തസ്തിക ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ബെഞ്ചിൽ സ്ഥിരമായിട്ട് ഹാജരായിരുന്ന അദ്ദേഹമാണ്. അതിന് പകരം ഇദ്ദേഹത്തെ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് ഗവൺമെൻറ് നിയോഗിച്ചു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ. അദ്ദേഹത്തെ സംബന്ധിച്ചത് ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അവിടെ വെച്ചു. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസിൽ ഹാജരായ ആളാണ്. അദ്ദേഹം ഒരുപാട് അമിക്കസ് ക്യൂറിയായിട്ട് പോയിട്ടുള്ള അതാണ്. ഇപ്പോൾ നമ്മൾ അളിയൻ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം നല്ല കഴിവുള്ള ആളായിരുന്നു, അദ്ദേഹം നല്ല രാഷ്ട്രീയ പാരമ്പര്യവും ചരിത്രമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ വെക്കുന്നതിലൊരു ഔചിത്യക്കുറവുണ്ടായിരുന്നു. അതാണ് ധാർമ്മികതയുടെ പേരിൽ ചർച്ചയായത്. അതാണ് അദ്ദേഹം പിന്നീട് രാജിവെക്കുന്നതിലേക്ക് നയിച്ചതും. ഇതേപോലൊരു ഔചിത്യക്കുറവില്ലേ ഇക്കാര്യത്തിൽ? താങ്കൾ ഈ പറയുന്ന പോലെ എത്ര നല്ല അഭിഭാഷകനാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഇപ്പോൾ ലൈവായിരിക്കുന്ന ഒരു കേസിൽ, കുറ്റപത്രം പോലും തയ്യാറാക്കിയിട്ടില്ലാത്തൊരു കേസിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ ഇപ്പുറത്ത് അറിവില്ലാത്ത ആളുകളല്ലല്ലോ ഇപ്പുറത്തിരിക്കുന്നവരാരും എന്ന് പറഞ്ഞങ്ങ് നിന്നാൽ ജനങ്ങൾക്ക് ആ അറിവ് മതി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ പല രാജികളും ഉണ്ടാകുന്നത് അങ്ങനെയല്ലല്ലോ. ജനങ്ങൾക്കറിയാമെങ്കിലും രാജിവെക്കേണ്ടി വരുന്നില്ലേ? അത് ഇവിടെ കൺസിഡർ ചെയ്തില്ലേ? നോക്കൂ, ഇപ്പോൾ അദ്ദേഹം ഹാജരാകുന്നില്ലെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത്. ആ കേസ് കഴിഞ്ഞു. ആ കേസ് ആ ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരായി, അദ്ദേഹം ഹാജരായി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അഭിഭാഷകരുടെ പണി എന്താണ്? അത് അവരുടെ പ്രൊഫഷനോട് അവർ നീതി കാണിക്കണം. ആരാണോ വരുന്നത് അവർക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ വേണ്ടി അഭിഭാഷകർ കോടതിയിൽ പോകുന്നു. ഞാൻ പറഞ്ഞ് തീർന്നോട്ടെ. അതായത് ഇവിടെ ഈ അഭിഭാഷകനെ വെച്ചത് കൊണ്ട് ഇവിടെ പ്രതിസ്ഥാനത്ത് ആരാ?
ഇവിടെ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു കോൺഗ്രസ്സുകാരാണ് പ്രതികളെന്ന്. ഇവിടെ പ്രതിസ്ഥാനത്ത് ആരാ? പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് പത്രത്തിൽ വാർത്ത വന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറായ മുൻ MLA, മുൻ ദേവസ്വം പ്രസിഡന്റ്, CPM നേതാവ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കും പാർട്ടി എന്ന് ഇന്നൊരു പത്രത്തിൽ വാർത്ത വന്നു. വാർത്തയാണ് കേട്ടോ. എന്താ കാരണം? എന്താ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടല്ലേ? അതുപോലെ ജയിലിൽ കിടന്ന ആരാ? ജയിലിൽ കിടന്ന CPM നേതാക്കളെ എന്തിനാ ജയിലിൽ പിടിച്ചിട്ട്? പങ്കജ് ഭണ്ഡാരി ജയിലിൽ കിടന്നല്ലോ. പങ്കജ് ഭണ്ഡാരി അദ്ദേഹത്തിന്റെ വകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ഈ പ്രദീപ്. എൻ്റെ താങ്കൾക്ക് മനസ്സിലായില്ല ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ട്. ആ കേസിലെ ആ കേസ് അദ്ദേഹം ഇപ്പം ഇല്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഒരുപാട് ആ കേസ് ഇപ്പോഴും ലൈവാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും ഉണ്ടല്ലോ. ആ കേസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ K. മുരളീധരൻ പറഞ്ഞതുപോലെ അട്ടിമറിക്കില്ല, ഇതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരായാലും അവരെ പിടികൂടി പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു ഘട്ടമാണല്ലോ. അവിടെ ആ കേസിൽ പകുതി വെച്ച് അദ്ദേഹത്തെ അവിടെ നിർത്തിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് ഇത്ര അത്യാവശ്യമെന്ന് പ്രതിപക്ഷം ചോദിച്ചാൽ അതിന് അർത്ഥമില്ലേ? അർത്ഥമില്ല. പ്രതിപക്ഷത്തിന് വിവരമില്ലെന്ന് പറയേണ്ടി വരും. ഡോക്ടർ ലാലെ, ഞാൻ പറഞ്ഞ താങ്കൾക്ക് മനസ്സിലായില്ലേ? ഒരു അഭിഭാഷകനെ വെച്ചു. ആ അഭിഭാഷകനെ നാളെ അദ്ദേഹം ദേവസ്വത്തിന് വേണ്ടി സ്പെഷ്യൽ പ്ലീഡറാണ് കേട്ടോ, സ്പെഷ്യൽ പ്ലീഡറായിട്ട് ഹാജരാകും. ഞാൻ പറയട്ടെ പ്ലീസ്. അതാ ഞാൻ പറഞ്ഞ അതാണ് രാജ്മോഹൻ വക്കീലിൻ്റെ കാര്യം പറഞ്ഞ അതാണ്. സ്ഥിരമായിട്ട് അദ്ദേഹമാണ് ഹാജരായിരുന്നത്. ഇത് ആ ഒരു തസ്തിക ഉണ്ടാക്കി കൊടുത്തു. അത് ദേവസ്വത്തിൻ്റെ സ്വത്തുകൾ കുറേ നഷ്ടപ്പെട്ടില്ലേ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അതൊക്കെ കണ്ടെത്താൻ പ്രത്യേക അഭിഭാഷകരെ വെക്കുന്നു. ആ അഭിഭാഷകനാണ് അവിടെ. പിന്നെ ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ല, അത് അദ്ദേഹത്തിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഈ കേസിൽ പ്രതികളായിരിക്കുന്ന ഇതൊക്കെ ഉരുക്കിയെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് K. മുരളീധരൻ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഈ പ്രതികളുടെ വീക്ക്നെസ് അറിയാവുന്ന ആളാണ് ഇദ്ദേഹം എന്നുള്ളത് കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ശരിയാണ്, ഇദ്ദേഹത്തിന് അറിയാം എല്ലാ കാര്യങ്ങളും. ഇനി എളുപ്പമല്ലേ മുരളീധരന്റെ നോക്കൂ, മുരളീധരനോടുള്ള പത്രലേഖയുടെ ചോദ്യങ്ങളും അതിന് നർമ്മം ചേർന്ന അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്നും അല്ല ഇവിടെ ചർച്ചാ വിഷയം. ഇവിടെ ചർച്ചാ വിഷയം സ്വർണം കട്ടവരാരപ്പ എന്നുള്ളതാണ്. അത് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു, ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് മന്ത്രി പറയാണ്, രാജീവും അതുപോലെ മുൻ മന്ത്രിമാരായ രാജീവും വാസവനും പറയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. എന്താ അത്? ആരാ ജയിലിൽ കിടക്കുന്നത്? കോൺഗ്രസ്സുകാരാ? ഏത് കാലത്താണ് സംഭവിച്ചത്? CPM ഗവൺമെൻറ് കാലത്തല്ലേ? 10 വർഷത്തെ സംഭവമാണിത്. കോൺഗ്രസ് എന്തിനാ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ? അത് ശ്രീ കുഞ്ഞിക്കണ്ണൻ വിവരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. സ്വർണം കട്ട് കിടക്കുന്നവരൊക്കെ ജയിലിൽ ബന്ധപ്പെട്ടവരാണ്. വെറുതെ ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോകല്ലേ? അല്ല, ശ്രീകുമാർ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നൈതികത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ഏത് വക്കീലിനായാലും. ഞാൻ മനസ്സിലാക്കുന്നത് മനു അഭിഷേക് സിംഗ് ആ ലോട്ടറി രാജാവിൻ്റെ കേസിന് പോയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ AICC അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കിയെന്നാണ്. എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വിലക്കിയത്? അദ്ദേഹം വലിയ സീനിയറായ ഒരു അഭിഭാഷകനാണ്. അയാൾ സുപ്രീം കോടതിയിൽ ലോട്ടറി രാജാവിന് വേണ്ടി ഹാജരാകുന്നതിൽ തെറ്റില്ലല്ലെന്നല്ലോ AICC എന്ന് പറഞ്ഞത്. അത് ധാർമ്മികമായി തെറ്റാണ്. ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഈ പങ്കജ് ഭണ്ഡാരി എന്നൊക്കെ പറയുന്നത് ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കിയെടുത്ത ആളുകളാണ്. അവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ പോയ ആളാണ് ആര്? ഈ പ്രദീപ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഗവർണർ പ്ലീഡറായി വെച്ചിരിക്കുന്നത്. അതിൽ ശ്രീകുമാറിനെ പോലുള്ള ആൾക്ക് അധാർമികമായ ഒരു തരത്തിലുള്ള ധാർമ്മികത കുറവുമില്ല എന്ന് തോന്നുന്നത് വളരെ സങ്കടകരമാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ മലബാറിൽ ആളുകൾ പറഞ്ഞു വരുന്നൊരു കഥയുണ്ട്. ഒരാൾ മലവിസർജ്യത്തിന് ഇരിക്കുമ്പോൾ മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നതോ ഈ മലവിസർജ്യത്തിന് ഇരിക്കുമ്പോഴാണോ മാങ്ങ തിന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിതിൽ കുത്തിയാണ് തിന്നുന്നതെന്ന് ചോദിക്കും. അതിന് സമാനമാണ് ശ്രീകുമാറെ താങ്കളുടെ ഈ രീതിയിലുള്ള ന്യായീകരണം. ഇത് അബദ്ധമാണ്, ഇത് അപകടകരമാണ്. ഒരു ധാർമ്മികതയും ഒരു വാക്കിനോടുള്ള ഉത്തരവാദിത്വവുമില്ലാത്ത നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ശബരിമലയിലെ സ്വർണം കട്ടവരാണ് ഇടതുപക്ഷക്കാരെന്ന അപവാദ പ്രചരണം എത്രയോ കാലമായി നടത്തി. അതൊക്കെ തെറ്റിദ്ധരിച്ച പാവപ്പെട്ട വോട്ടർമാരാണ് നിങ്ങൾ അധികാരത്തിലെത്തിച്ചത്. ആ വോട്ടർമാരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ആളായിരിക്കുന്ന ഈ പങ്കജ് ഭണ്ഡാരിയുടെ കേസുമായിട്ട് കോടതിയിൽ പോയ ഒരാളെ അയാളെ പിടിച്ചിട്ട് എന്താണ്?
പ്രതിയുടെ വക്കീലിനെ പിടിച്ചിട്ട് വാദിയുടെ വക്കീലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇതെന്താ കാണിക്കുന്നത്? എന്താ പി രാജീവ് പറഞ്ഞതിൽ തെറ്റുള്ളത്? ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണയല്ലേ ഇത് വളരെ അപകടകരമാണ്. നമുക്ക് ഈ സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വളരെ ബോധപൂർവം വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക, വിശ്വാസികളായ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലമായി അവർ ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ കള്ളൻ നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിട്ട് ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പ്രദീപിനെ വിളിച്ചിട്ട് ഈ പങ്കജ് ഭണ്ഡാരിയുടെ കേസ് ഏറ്റെടുത്ത ഒരാളെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ദേവസ്വത്തിൻ്റെ പ്ലീഡറാക്കുന്നത്? ദേവസ്വത്തിൽ അയാൾ എന്ത് കേസ് കൈകാര്യം ചെയ്താലും ദേവസ്വത്തിൻ്റെ പ്ലീഡറാക്കുകയാണല്ലോ നിങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ തസ്തിക സൃഷ്ടിച്ച് അയാളെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരുണ്ട്. ഈ കേസിൽ ഒരാൾ മാത്രമാണ്, അതും എന്താണ്, അയാൾ ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ SIT പ്രതിയാക്കിയത്, പത്മകുമാറിനെ. ബാക്കി ആ ശബരിമലയിൽ ദേവസ്വത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗ ജോലികൾ നിർവഹിച്ച INTUC-ക്കാരായ കോൺഗ്രസ്സുകാരായ ആളുകൾ ജയിലിലുണ്ട്. ഇതിലെല്ലാം അപ്പുറത്തെന്താണ്, ഇവിടെ ലാൽ ആവർത്തി ചോദിച്ചില്ലേ, പങ്കജ് ഭണ്ഡാരി ജയിലിൽ കിടന്ന ആളല്ലേ, അയാളുടെ വക്കീലല്ലേ ഈ പ്രദീപ് കുമാർ. അയാൾക്ക് വേണ്ടി കേസ് വാദിച്ച ഒരാൾ ഇപ്പോൾ എന്താണ് സർക്കാരിൻ്റെ വക്കീലായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. ഇതാണ് സത്യാനന്തര കാല ലീല എന്ന് നമ്മൾ പറയുന്നത്. ആളുകളെ ആകെ എന്താണ് എന്നിട്ട് വിഡ്ഢികളാക്കുകയാണ്. ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ പ്രചാരണ തന്ത്രത്തിൽ ആളുകൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് വോട്ട് ചെയ്തു പോയത് പോലും എന്താണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അപരാധങ്ങൾക്കും എല്ലാ ദുഷ്ടപ്രവൃത്തികൾക്കുമുള്ള ഒരു അംഗീകാരമാണോ? ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു. അതിനെന്താ, ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കുറ്റത്തിൽ നിന്നും മുക്തരായി എന്നാണോ? നിങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സോണിയാഗാന്ധിയുടെ അതീവ സുരക്ഷയുള്ള ജനപത് പത്തിലേക്ക് എങ്ങനെ ഈ നമ്പൂതിരി എത്തപ്പെട്ടു? അതൊരു ഈ ഉണ്ണികൃഷ്ണൻ എത്തപ്പെട്ടു. ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകനും അതിൻ്റെ കാർമ്മികനുമായി നമ്മുടെ മുമ്പിലുള്ള ആൾ ഈ ഉണ്ണികൃഷ്ണനാണല്ലോ. എങ്ങനെ അദ്ദേഹം എത്തപ്പെട്ടു? അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയതാരാണ്? ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം ചിത്രത്തിൽ നമ്മൾ കണ്ടതാരൊക്കെയാണ്? അവരെല്ലാം ഉള്ളൊരു ഗവൺമെൻറ് അല്ലേ കേരളത്തിൽ ഇപ്പോൾ VD സതീശൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ്റിന് കൃത്യമായ നിക്ഷിപ്ത താല്പര്യമുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യം നിർവഹിക്കാനാവശ്യമായ ഭരണപരമായ സംവിധാനപരമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് ഈ KB പ്രദീപ് കുമാറിനെ ദേവസ്വത്തിൻ്റെ പ്ലീഡറാക്കിയിരിക്കുന്നത്. യെസ്, ഞാൻ വരാം ശ്രീ M. ജയചന്ദ്രൻ. നോക്കൂ, ഞാൻ താങ്കളിലേക്ക് വന്നത് വൈകിയാണ്, ക്ഷമിക്കുക. ഇക്കാര്യത്തിൽ ആദ്യത്തെ നിപ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. താങ്കൾക്ക് അത് അവസരം കിട്ടുമ്പോൾ താങ്കൾ അതിനോട് പ്രതികരിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ സ്പെഷ്യൽ ദേവസ്വം പ്ലീഡറായി നിയമിക്കപ്പെട്ട KB പ്രദീപിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ നിയമനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിലെന്ത് തെറ്റ്? അദ്ദേഹം അവിടെയൊക്കെ വിട്ടിട്ട് ആ പണി മതിയാക്കിയിട്ട് അവിടുത്തെ കേസ് വിട്ടിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടർ ലാൽ, ഈ കേസിനെ, ഈ വിഷയത്തിനെ കുറച്ചുകൂടെ ഈ ലളിതമായി സമീപിക്കാൻ പറ്റും. ഒറ്റ കാര്യം പറയാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെടുന്നു. ഈ സ്വർണ്ണ കവർച്ച കേസിൽ പ്രധാനപ്പെട്ട തിരിമറി നടത്തിയവരിൽ ഒരാളായിട്ട് കാണുന്ന സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതിൻ്റെ പ്രധാനികളാണ് പങ്കജ് ഭണ്ഡാരിയും മറ്റു 2 പേരും. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ശബരിമല കവർച്ച നടത്തിയെടുത്ത സ്വർണം വസൂലാക്കാൻ കൂട്ടുനിന്ന പ്രധാനപ്പെട്ട പ്രതിയായ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസിന് അവർക്ക് വേണ്ടി ഹാജരായ വക്കീലാണ് പ്രദീപ് കുമാർ. ആ അതേ പ്രദീപ് കുമാറിനെ
ഹലോ കേൾക്കണില്ല. ഹലോ ജയചന്ദ്രൻ പറയുന്നത് കേട്ടോ, ലാല് പറയണ ജയചന്ദ്രൻ പറയണത് കേൾക്കാൻ പറ്റത്തെ. അതെന്താണ് പ്രശ്നം ഇപ്പോ? PM ജയചന്ദ്രൻ പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഇതിപ്പോ കേൾക്കുന്നില്ല എന്ന് ശ്രീകുമാർ പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് കേൾക്കാത്തതാണ്. താങ്കൾ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. അല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതികളാക്കപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി പിന്നെ വക്കാലത്ത് ഏറ്റെടുത്ത് കേസ് നടത്തുന്നയാളാണ് TK പ്രദീപ് കുമാർ. ആ കേസ് വിചാരണയ്ക്ക് പോലും വന്നിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമേ വിചാരണയ്ക്ക് വരികയുള്ളല്ലോ. അപ്പൊ ആ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്ത ആ കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി, പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി കേസിന് ഹാജരാകുന്ന പ്രദീപ് കുമാറിനെ ഒരു സുപ്രഭാതത്തിൽ ഈ പിന്നെ ദേവസ്വം ബോർഡിന്റെ GP ആയിട്ട് നിയമിക്കുകയാണ്. ആരാണ് നിയമിക്കുന്നത്? അതാണ് അതിലേറെ പിന്നെ പ്രധാനപ്പെട്ട കാര്യം. ഈ GP ആയിട്ട് നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങനും മാറി നിൽക്കട്ടെ, ആ ദേവസ്വം മന്ത്രി മാറി നിൽക്കട്ടെ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നമ്മളാരുമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് നിയമിച്ചത്. അപ്പൊ സാർ, ഇതാണ് ചോദ്യം. ഈ ദേവസ്വത്തിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടമസ്ഥതയുള്ള ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കവർ ചെയ്യപ്പെട്ട കേസിൽ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിയിൽ വക്കാലത്തെടുത്ത് കേസ് വാദിക്കുന്ന പ്രദീപിന് ഏത് സാഹചര്യത്തിലാണ്, ഏത് നൈതികതയുടെ പേരിലാണ്, ഏത് രാഷ്ട്രീയ ബോധത്തിന്റെ പേരിലാണ്, ഏത് ദൈവവിശ്വാസത്തിന്റെ പേരിലാണ് അയാളെ ഇവിടെ പിന്നെ സർക്കാർ വക്കീലായിട്ട് നിയമിക്കുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം ഡോക്ടർ ലാൽ. ഇവിടെ ദേവസ്വം മന്ത്രി മുരളീധരന്റെ ആഫീസിൽ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് കേട്ടോ. ആ വിഷയം പുറത്ത് വന്നിട്ടില്ല. ആ വിഷയം കൂടെ ഞാൻ ഈ ചർച്ചയിൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. കഴിഞ്ഞ ആഴ്ച, അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ 20 ദിവസം കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച സംസ്ഥാന വിജിലൻസ് ഇയാളുടെ സർവീസ് ബുക്ക് അടക്കം എടുത്തുകൊണ്ട് പോയി. എന്താ കാര്യം എന്നറിയുമോ? തെറ്റായ വഴികളിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷിൽ ബിരുദാനന്തരം, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി തരപ്പെടുത്തിയ ചില സ്ഥാനമാനങ്ങളുണ്ട് ദേവസ്വം ബോർഡിൽ. അപ്പൊ അത് ഇപ്പൊ അന്വേഷണത്തിന് വന്നു. എങ്ങനെ അന്വേഷണത്തിന് വരുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആൾക്കാർ അപേക്ഷ അയച്ചു, പരാതി അയച്ചു വിജിലൻസിൽ. കഴിഞ്ഞ ആഴ്ച സർവീസ് ബുക്ക് എടുത്തുകൊണ്ട് പോയി. അതൊരു കാര്യം. പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ വിദ്വാൻ ആലപ്പുഴ ജില്ലാ INTUCയുടെ പ്രസിഡന്റാണ് കേട്ടോ. സംസ്ഥാന INTUCയുടെ ഖജാൻജിയുമാണ്. അത് വേറൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട തസ്തികകളിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ പിന്നെ ആൾക്കാരിൽ നിന്ന് പണപ്പിരിവ് ഇപ്പൊ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. വിജിലൻസിന്റെ അന്വേഷണത്തിലുള്ള കേസാണ് ഇത് ഞാൻ പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ തന്നെ വിശദമായിട്ട് തന്നെ കാര്യം അങ്ങോട്ട് തരാം. ഞാൻ അതിന്റെ പുറകെ തന്നെ ഉണ്ട് ആ കേസിന്റെ. അത്ര മിടുമിടുക്കനായിട്ടുള്ള കക്ഷികളാണ് ദേവസ്വം മന്ത്രിയുടെ കൂടി ഇപ്പൊ ഇരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മന്ത്രിസഭയുടെ ഹണിമൂൺ പീരീഡ് ഒന്നും നമ്മളാരുമല്ല നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്, അവര് തന്നെ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമനം കൊടുത്ത പ്രദീപ്. രണ്ടാമത്തെ ഉദാഹരണം ഞാനിപ്പോ പറഞ്ഞ ബിജു എന്ന് പറഞ്ഞ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. പിന്നെ ഈ നേരത്തെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട തസ്തികയിലുള്ള കക്ഷിയും കൂടെയാണ് ഈ കക്ഷി. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വേറെ ഒരുപാടുണ്ട്, ഇന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അത് നിൽക്കെ തന്നെയാണ് നിപയെ സംബന്ധിച്ചുള്ള ഈ ആരോഗ്യമന്ത്രിയുടെ എന്താ പറയുന്നത്, വിലകെട്ട ജൽപ്പനങ്ങൾ എന്നുവരെ പിന്നെ കേട്ടി പറഞ്ഞുള്ളൂ. ഞാൻ ആ സ്വല്പം കൂടെ ഒന്ന് ഈ എംഫാറ്റിക്കലി പറയുകയാണ്, വിലകെട്ട ജൽപ്പനങ്ങൾ. അങ്ങനെ പറയാൻ കഴിയൂ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നടപടികളോടെ. മുരളീധരന്റെ കാര്യവിവരമുള്ള ആളാണ്, ഭരണപരിചയമുള്ള ആളാണ്, അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിലും സംഘാടകൻ എന്ന നിലയിലും ശോഭിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രജ്ഞ തന്നെ എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ അമ്പരന്ന് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു മന്ത്രി മറുപടി പറയേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയേണ്ടത്? നിപ്പയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ജില്ലയും കൂടെ അല്ലേ കോഴിക്കോട്. അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ആ മനുഷ്യൻ എവിടെ പോയി കിടക്കുന്നത്?
അത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു കയറുന്നില്ല. എന്നിട്ട് ആ ജില്ലാ കളക്ടറെയാണ് ചീത്ത പറയുന്നത്. ജില്ലാ കളക്ടർ പിന്നെ ആപ്റ്റായിട്ടല്ല അത്ര, അല്ലെങ്കിൽ ടൈംലി ആയിട്ടല്ല ഒരു മറുപടി പറഞ്ഞതെന്ന്. അവര് ടൈംലി ആയിട്ടാണ്, കൃത്യമായിട്ടാണ് പറഞ്ഞത്. അവർക്ക് കിട്ടിയ യഥാർത്ഥ വിവരങ്ങൾ, ആ വിവരങ്ങളാണ് എവിടുന്നാണ് കിട്ടുന്നത്? ലാബിൽ നിന്നല്ലേ കിട്ടുന്നത്. ആ ലാബിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ യഥാസമയം അവര് പങ്കുവെക്കുകയാണ് അവര് ചെയ്യേണ്ട ഏറ്റവും വലിയ ഡ്യൂട്ടി. എന്തുകൊണ്ടാണ്? അത് മോണിറ്റർ ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ കോഴിക്കോട് ജില്ലയിൽ ഭരണാധിപ സ്ഥാനത്ത് ഒരാളില്ല. പിന്നെന്താണ് ചെയ്യുക? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ജില്ലയുടെ പൂർണ്ണാധികാരമുള്ള കലക്ടർ എന്നുള്ളതിൽ ആ റോൾ അവർ നിർവഹിച്ചു. അപ്പൊ അതിന് മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പറയുകയാണ് അവർ ചെയ്തത് ശരിയായില്ലെന്ന്. എന്ത് മന്ത്രിയാണിത്? അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ പ്രാപ്തിയൊക്കെ എവിടെ പോയി? പിന്നെ ഈ വളരെ കഷ്ടമുണ്ട് ശ്രീ കെ മുരളീധരൻ ഈ തരത്തിലുള്ള വിലകെട്ട ജൽപ്പനങ്ങൾ ജനങ്ങളുടെ നേരെ ആവുമ്പോഴേക്ക്. അങ്ങനെ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. അങ്ങേക്ക് ഞങ്ങളുടെ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പാരമ്പര്യമുണ്ട്. താങ്കൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു ചോദ്യം അതിനിടയിൽ ശ്രീ എൻ ശ്രീകുമാറിനോട് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ തോന്നുന്നതാണ്. താങ്കൾ ഇപ്പോൾ അത് പറഞ്ഞതുകൊണ്ടാണ്. ഇതാ നോക്കൂ, ഈ പൂനെയിൽ നിന്നുള്ള റിസൾട്ട് വരുന്നതിന് വേണ്ടി കാത്തിരുന്നത് തന്നെ അബദ്ധമാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് മുൻ ആരോഗ്യമന്ത്രിമാരൊക്കെ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. കോഴിക്കോട് തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. കോഴിക്കോട് തന്നെ അത് പോസിറ്റീവാണെന്ന് നേരത്തെ അറിഞ്ഞതാണ്. അപ്പം തൊട്ട് നടപടികൾ തുടങ്ങേണ്ടതാണ്. അതാണ് അവിടെ ഒരാൾ ക്യാമ്പ് ചെയ്ത് അതിന് ലീഡർഷിപ്പ് കൊടുത്താലുള്ള ഒരു പ്രത്യേകത അതാണ്. അത് നടക്കാതിരുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ഇന്ന് CPM പറഞ്ഞിരിക്കുന്നത്. അത് അടിയന്തരമായ അക്കാര്യത്തിൽ ഇടപെടാൻ ഇപ്പോഴും എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? നോക്കൂ ഡോക്ടർ ലാലേ, CPM പറയുന്നത് കേട്ട് ഭരിക്കാനല്ലല്ലോ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. CPM കേട്ട് ഭരിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടപെട്ട് ചെയ്ത ആളുകളുടെ പരിചയം അത് നോക്കിയാൽ മതി. ശൈലജ ടീച്ചർ, വീണ ജോർജ്, മുഹമ്മദ് റിയാസ് അവർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നവരാണല്ലോ. കോഴിക്കോട്ടെ നിപ സംബന്ധിച്ചിട്ടുള്ള കോഴിക്കോട്ടെ അവിടുത്തെ ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കൂ, സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞ് ഒഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ വയനാട് പോയ മുരളീധരൻ കോഴിക്കോട്ട് പോയില്ല. എന്തിനാ ഇപ്പം നമ്മൾ ഒന്നാമത്തെ തീയതി ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ എവിടെ നിന്ന് നിയന്ത്രിക്കാം. ഉദ്യോഗസ്ഥന്മാരെ ചലിപ്പിക്കാൻ അറിയണം. ഉദ്യോഗസ്ഥന്മാരെ ചലിപ്പിക്കാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ ഒരു ഡോക്ടർ തിരുവനന്തപുരത്ത് ആ സിസ്റ്റത്തെക്കുറിച്ച് പറയേണ്ടി വന്നത്. മുരളീധരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടറാക്കിയത് എന്തുകൊണ്ടാണ്? ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്തിനാക്കിയത്? കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാനാ. അവിടെ പാർട്ടിക്കോ കോൺഗ്രസിനോ ഒന്നും ഒരു കാര്യവുമില്ല. ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൃത്യമായി എത്തിക്കണം. വനംവകുപ്പിനെ പറ്റിപ്പോഴത്തെ അബദ്ധം പറ്റാൻ പാടില്ല ഇപ്പം. അതുകൊണ്ടാണല്ലോ അവിടുത്തെ വേറെ മാറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിൽ സംവിധാനമുണ്ട്, കൃത്യമായിട്ട് കോഴിക്കോട് നടക്കുന്നുണ്ട്. അവിടെ നിപയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ റിസൾട്ടുകളും വന്ന ശേഷം റിസൾട്ട് വലിയ വ്യത്യാസമുണ്ട്. അതാണ് മുൻപാണെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ അവിടേക്ക് പോയില്ല? ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില ഇതുപോലെയുള്ള ചില ഇരകൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യം വരുമായിരുന്നു. ഇപ്പം അതല്ല, എവിടെ ഇരുന്നാലും മതി. ആ കാലമാണല്ലോ. സെൻട്രലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയല്ലോ എന്ന ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാകുന്നു. പണ്ടത്തത് ഒന്നും ഇനി ഓർക്കണ്ട എന്നാണോ ഒറ്റ വാചകത്തിൽ? ഞാൻ എന്നിട്ട് KTയിലേക്ക് പോകാം പെട്ടെന്ന്. നോക്കൂ ഡോക്ടർ ലാലേ, ഇവിടെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ ആരോഗ്യവകുപ്പിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അത് അതിങ്ങനെ തുടരുന്നു. അതിന് മന്ത്രിമാർ മാറി വരുന്നു. പ്രഗത്ഭരായ മന്ത്രിമാർ വരുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടാകും. പ്രഗത്ഭരല്ലാതെ വരുമ്പോൾ ദോഷങ്ങളുണ്ടാവും. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. കാരണം ഇനി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരില്ലല്ലോ. ഒന്ന്, ശ്രീ ജയേന്ദ്രൻ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് എന്താ അധികാരം? അദ്ദേഹം നിയമത്തെ എന്നാൽ പിന്നെ അപ്പം പറയാം. ഇത് ഇത്ര പറയാം. അതിലേക്ക് വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എനിക്ക് ഒറ്റ മിനിറ്റ്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇപ്പോൾ ശ്രീ N ശ്രീകുമാർ പറഞ്ഞ കോഴിക്കോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നൊരു സമീപനമുണ്ട്. അത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെതാണെന്ന് പറയുന്നു. പിന്നെ നേരത്തെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കേട്ട കാര്യങ്ങളുമുണ്ടല്ലോ. അതിലും താങ്കൾക്കൊരു പെട്ടെന്നൊരു പ്രതികരണം ഇടവേളയ്ക്ക് മുമ്പ്. അല്ല, കോഴിക്കോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. ഇപ്പോഴത്തെ പുതിയ സംവിധാനമാണല്ലോ എന്നൊക്കെ പറയുന്നത്. സ്വന്തം വീഴ്ചകൾ, അപരാധപൂർണമായ മാപ്പർഹിക്കാത്ത വീഴ്ചകൾ, അത് മറച്ചു പിടിക്കാൻ, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാദം മാത്രമാണ്. മിനിസ്റ്റർ തീർച്ചയായിട്ടും ഇത് ഒരു ആൾക്ക് ബാധിക്കുന്ന രോഗം മാത്രമല്ല. ഇതിൽ എന്തെങ്കിലും കൈവിട്ടുപോയാൽ
വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള വ്യാപന സ്വഭാവമുള്ള ഒരു രോഗാണുവാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാംക്രമിക രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ കോഴിക്കോട്ട് വന്ന് തന്നെ എവിടെയാണോ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് അവിടെ വന്ന് തന്നെ ആരോഗ്യ സംവിധാനത്തിനും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും മിനിസ്റ്റർ തന്നെ നേതൃത്വം കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ കീഴ്വഴക്കം. ഇവിടെ ശൈലജ ടീച്ചറും വീണ ജോർജുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് നിങ്ങൾ അവരെ കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയതാണ്. അന്നത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം. അന്ന് പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന കുറ്റ്യാടി MLA നിയമസഭയിൽ എത്ര പരിഹാസ്യമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം നിങ്ങളുടെ ആ നിരുത്തരവാദിത്വം, നിങ്ങൾ പ്രതിപക്ഷ നേതാക്കളായിരുന്ന കാലത്തുള്ള ആ നിരുത്തരവാദിത്വപൂർണ്ണമായ സമീപനം തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് മനുഷ്യരാശിയുടെ ഭാവിയിൽ ഇത്തരം സാംക്രമിക രോഗാണുക്കൾ ഉണ്ടാക്കുന്ന വിനാശകരമായ വ്യാപനത്തെ സംബന്ധിച്ച് ആശങ്കയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ വലിയ കുറ്റമാണ്. നിങ്ങൾക്ക് ചരിത്രം മാപ്പ് തരാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ ഒരു സംവിധാനമുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം ഇവിടെ കൊണ്ട വെയിലിൻ്റെ തണലിലാണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് അവിടെ സംവിധാനം ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയുന്നത്. എങ്ങനെ PP കിറ്റ് ഇടണം എന്നുപോലും അറിയാത്ത ഒരാരോഗ്യ സംവിധാനത്തെ ഇത്തരം ഗുരുതരമായ വ്യാപന സ്വഭാവമുള്ള ഒരു രോഗാണുവിനെ, അത് ബാധിച്ച ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് വളരെ പരീക്ഷണാത്മകമായി മുൻ അനുഭവങ്ങളുടെ യാതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം കൈകാര്യം ചെയ്തപ്പോൾ നിങ്ങൾ പരിഹസിച്ചവരാണ്, നിങ്ങൾ ആ സംവിധാനത്തെ പൊളിക്കാൻ ശ്രമിച്ചവരാണ്, നിങ്ങൾ ആ കാലത്ത് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഈ സ്വർണ്ണക്കേസിൽ ഞാൻ അതിലേക്ക് വരാം. M ജയചന്ദ്രൻ, ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തരം നിപ്പയുടെ കാര്യത്തിലും സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മതിയോ? അല്ല, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണെന്നുള്ളതിന്റെ സൂചനകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ഡോക്ടർ ലാൽ. ഇത് നമ്മളായിട്ട് പ്രതിപക്ഷം വളരെ ശുഷ്കമാണെന്നും അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടതില്ല എന്നുള്ള മനോഭാവം ശ്രീകുമാറെ പ്രവർത്തിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല നേരത്തെ. പ്രതിപക്ഷത്തിന്റെ എത്ര ശുഷ്കമായ ശബ്ദമാണെങ്കിലും ശരി, അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം നേരെ എന്തുകൊണ്ടത് മറന്ന് മറ്റൊരു നിലയിലേക്ക് വരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഏതായാലും വിമർശിക്കുക തന്നെ ചെയ്യും. ബേസ്ലെസ് ആയിട്ടല്ല വിമർശിക്കുന്നത്, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് വിമർശനം ഉണ്ടാവുക. ഓരോ ഇഷ്യൂ ഉണ്ടാവും. ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചതെല്ലാം വ്യത്യസ്ത ഇഷ്യൂസ് ആണ് സംസാരിച്ചത്. ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിമർശനങ്ങൾ നാളെയും പ്രതീക്ഷിക്കണം. നിങ്ങൾ അത്തരം വിമർശനങ്ങൾ ഇല്ലാതിരിക്കണം. ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് ആരോപണമാണ്. ഇതങ്ങനെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണല്ലോ. അപ്പൊ അതുണ്ടാവും, നാളെ ഉണ്ടാവും. അതിന് ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ നിങ്ങൾ ഇപ്പോ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനെ മൊത്തം വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒന്നാം തരം പണിയാണ് എടുത്തേക്കുന്നത്. അത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. എങ്ങനെയൊക്കെയാണ് അതിന്റെ വൈറ്റ് വാഷിംഗ് എന്നുള്ളത് SIT-യുടെ അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണവും പരിശോധിക്കട്ടെ. അത് ഇപ്പോ പറയുന്നുള്ളൂ, കാരണം അത് കോടതി ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ട് ഞാൻ അവിടം വരെ പോകുന്നുള്ളൂ അതിനെ സംബന്ധിച്ച്. പക്ഷെ എന്തായാലും മറ്റേ കാര്യത്തിൽ, ഈ രോഗപ്രതിരോധ കാര്യത്തിൽ UDF ഗവൺമെന്റിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയുടെ നിലപാടുകൾ, നമ്മുടെ ഈ രോഗങ്ങളെ നമ്മൾ നേരിടുന്ന രീതിയെ, കേരളം വൈദ്യശാസ്ത്രത്തിന്റെ ആധുനികവൽക്കരണം കൊണ്ട് നേരിടുന്ന ആ രീതിയെയും ജനങ്ങളുടെ ഐക്യത്തിന്റെ മനോഭാവത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്. അത് UDF മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ലീഗിനൊക്കെ വളരെ മേധാവിത്വമുള്ള മേഖലയാണല്ലോ ഇപ്പോഴത്തെ കോഴിക്കോട് എന്ന് പറയുന്നത്. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട് അവിടേക്ക് ആരോഗ്യമന്ത്രി പോകണം എന്നാണ് ശ്രീ M ജയചന്ദ്രൻ പറയുന്നത്. അത് ഇന്നിപ്പോൾ രാഷ്ട്രീയമായ ഒരു ആവശ്യമായി കൂടെ വന്നതുകൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രി അത് ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വരാം. ശ്രീ N ശ്രീകുമാർ, നോക്കൂ, ഇത് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മളൊന്ന് വന്നാൽ, ശ്രീ P രാജീവൊക്കെ പറഞ്ഞതിനെ അങ്ങ് തമാശയോടുകൂടി താങ്കൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ പറയുമ്പോൾ ഈ അഭിഭാഷകനെ തന്നെ വെച്ചാലേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിക്കുന്നത് എന്തിനാണെന്നൊക്കെ തോന്നും. അപ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം ആളുകൾക്ക് മനസ്സിലാകും എന്ന് ഒഴുക്കൻമട്ടിൽ പറഞ്ഞാൽ മതിയോ? എന്തുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകും എന്നുകൂടി പറയണ്ടേ? അല്ല, ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വക്കീലായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ നിയമിച്ചത് മുഖ്യമന്ത്രി എന്ന മന്ത്രിസഭാ യോഗമാണ്. ഇവിടെ ശ്രീ ജയേന്ദ്രൻ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം, അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പിണറായി ഗവൺമെൻറ് കാലത്ത് നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് P രാജീവായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്.
അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് മുൻഗണന കൊടുക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ അറിവിൽ അങ്ങോട്ട് കോൺഗ്രസ്സുകാരൻ ശബരിമല സ്വർണ്ണ കേസിൽ ജയിലിൽ കിടക്കുന്നില്ല. പറഞ്ഞൊരാളുടെ പേര് ഒരു ബിജു എന്തോ ഒരാളാണ്. അതിന് 2 ബിജു ഉണ്ട്. ജയേന്ദ്രൻ പറഞ്ഞ ബിജുവാണ് INTUC. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്കറിയില്ല എന്താണെന്നുള്ളത്, അദ്ദേഹം തന്നെ കൊണ്ടു നടക്കട്ടെ, തെളിയിക്കട്ടെ. പിന്നെ മറ്റു കാര്യം, ശ്രീ കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ന്യായീകരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഈ പാർട്ടിക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ അത് ആരോഗ്യവകുപ്പ് അങ്ങനെ പറയരുത്. നമ്മൾ അങ്ങനെ പറയരുത്. ഓരോ കാര്യങ്ങൾ ഓരോ വകുപ്പിന് ആരോഗ്യ വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്തത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അത് വോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. താങ്കൾ ഈ കാര്യത്തിൽ സ്പെസിഫിക്കായി എന്തെങ്കിലും ഈ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയൂ. സ്പെസിഫിക്കായിട്ട് തന്നെ പറഞ്ഞത്, ആരോഗ്യവകുപ്പിനെ UDF അധികാരത്തിൽ എത്തിച്ചതിലെ 2 മുഖ്യമായ ഘടകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അത് കൃത്യമായിട്ട്, അതുകൊണ്ടാണല്ലോ അന്നത്തെ ആരോഗ്യവകുപ്പിൻ്റെ ദ്രോഹ നടപടികൾക്ക് വിധേയരായ ഒരുപാട് പേര് UDF അധികാരത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണല്ലോ. ശരി, അവരത് നിങ്ങൾ പറഞ്ഞത് അന്ന് പറഞ്ഞതൊക്കെ കേട്ടു, അത് വിശ്വസിച്ചു. പക്ഷെ അവർ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അന്ന് പറഞ്ഞതൊന്നും നിങ്ങൾ ഇന്ന് ഏറ്റുപിടിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് അതിനോട് ഒരു ബാധ്യതയും ഇല്ലാത്തതുപോലെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ തിരിച്ച് ചിന്തിക്കില്ലേ? ഇല്ല, നോക്കൂ, ഇവിടുത്തെ കൃത്യമായിട്ട് ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ആരോഗ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയോട് എത്തിയിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ കഴിവിനെക്കുറിച്ച്. അതവിടെ എത്തും. എത്തേണ്ട സമയത്ത് എത്തേണ്ട കാര്യമില്ല. വെറുതെ TV-കാർക്ക് ഷോ കാണിക്കാൻ എത്തേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ജയേന്ദ്രൻ പറഞ്ഞ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം എന്ന് പറഞ്ഞ ജനങ്ങളുടെ മുഖമാണ്, അതിൽ മാറ്റമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഡോക്ടർ ലാൽ ഇടപെട്ട് തിരുത്തുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ ഡോക്ടർ ലാൽ ഇടപെടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, അപ്പോൾ ഇക്കാര്യത്തിൽ ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ നിപ്പയുടെ കാര്യം കോഴിക്കോട്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ മന്ത്രി വന്നാൽ മാത്രമാണ് ഇനി ഈ കാര്യങ്ങൾക്കൊരു നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ അവിടെ പ്രതിപക്ഷം ജനങ്ങളുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മന്ത്രിയുടെ നിലപാട് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ, ഉറ്റുനോക്കുകയാണോ? തീർച്ചയായിട്ടും മന്ത്രി എന്ന് പറയുന്നത് ഒരു ജനകീയ ഭരണകാലത്താണ് നമ്മളുള്ളത്. ജനാധിപത്യമല്ലേ? ജനാധിപത്യത്തിനകത്ത് ഒരു മെഷീനറിയെ, ഒരു സംവിധാനത്തെ ചലിപ്പിക്കുന്നതിൽ, അതിനെ കുറ്റപറ്റമാക്കുന്നതിൽ ജനങ്ങളുടെ പ്രതിനിധിയായ മന്ത്രിയാണ്. ഉദ്യോഗസ്ഥരെയല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ജനങ്ങളുടെ പ്രതിനിധിയെ, ഉദ്യോഗസ്ഥരെ നയിക്കാനാണ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രി ഇതുപോലുള്ള ഗുരുതരമായ ഒരു രോഗബാധ ഒരു പ്രദേശത്തുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ വരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം മന്ത്രിക്ക് എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് ആരോഗ്യ മേഖലയിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ തള്ളി. അതുകൊണ്ട് ഈ മന്ത്രിക്ക് എന്തുമാകാം എന്ന ഒരു യുക്തിയിലാണ് ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യരംഗത്ത് ചില ഡോക്ടർമാർക്കുണ്ടായ നെഗ്ലിജൻസിൻ്റെ ഭാഗമാണ് ഈ സിസേറിയൻ സമയത്ത് കത്തി അവിടെയായത്, സിസർ അവിടെയായത്, അതേപോലെ തന്നെ ചില അബദ്ധങ്ങളുണ്ടായത്. ആ അബദ്ധങ്ങൾ ആരോഗ്യരംഗത്തെ പൊതുവായ നമ്മുടെ നേട്ടങ്ങളെ ഒരിക്കലും കുറച്ച് കാണിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ലോകോത്തരമാണ്. ശ്രീകുമാർ അത് മനസ്സിലാക്കണം. മനുഷ്യ ജീവിത ഗുണനിലവാര സൂചികയുമായി ആരോഗ്യത്തിൻ്റെ ഘടകങ്ങൾ, സൂചകങ്ങൾ ഓരോന്നായി എടുക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. ഇവിടെ കുട്ടികളുടെ മരണനിരക്കൊക്കെ നോക്കുമ്പോൾ എന്താണ്, അത് അമേരിക്ക, ലോകത്തിലെ ഏറ്റവും വികസിതമായിരിക്കുന്ന ഒരു സമൂഹമായിരിക്കുന്ന അമേരിക്കയേക്കാൾ മുന്നിലാണ് നമ്മൾ. ഈ നേട്ടങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ശക്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്താണ്, നിങ്ങൾ വളരെ സമർത്ഥമായ രീതിയിൽ എന്തു ചെയ്തു, ഒറ്റപ്പെട്ട സംഭവങ്ങളെ, അപവാദങ്ങളെ സാമാന്യവൽക്കരിച്ച് ആരോഗ്യ മേഖല ആകെ തകരാറാണെന്നുള്ള ഒരു നെറേഷൻ ഉണ്ടാക്കി. ആ നെറേഷൻ്റെ വ്യാജമായ ആഖ്യാന നിർമ്മിതിയുടെ ബലത്തിലാണ് ശ്രീകുമാർ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ആകെ കബളിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ പോയിരിക്കുന്നത്. ഇന്നത്തെ അപകടകരമായ ഒരു വലിയ ആശങ്കയിൽ ജനങ്ങളെത്തുമ്പോൾ അവരോടൊപ്പം ഞങ്ങൾ നിൽക്കേണ്ടതില്ല, സംവിധാനമുണ്ട് എന്നൊക്കെ പറയുന്നത് മിതമായ ഭാഷയിൽ ഇടപെടുന്നത്. നിപ്പയുടെ കാര്യത്തിൽ എപ്പോഴാണ് മന്ത്രി എത്തുന്നത് എന്ന് തന്നെയാണ് അവിടെ പ്രതിപക്ഷവും ജനങ്ങളും ഉറ്റുനോക്കുന്നത്. അക്കാര്യത്തിൽ എന്താണ്, ഇലക്ഷനിൽ വോട്ട് കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്ന് ശ്രീ N. ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മന്ത്രിയും കരുതുമോ എന്നുള്ളത് അറിയില്ല.
സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ സ്പെഷ്യൽ പ്ലീഡറായി വരുമ്പോൾ അക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി കുറച്ചുകൂടി വിശദമായ ഒരു വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിന് മുഖ്യമന്ത്രി എന്താകും പറയുക, അതും കാത്തിരിക്കുകയാണ് കേരളം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ N. ശ്രീകുമാർ, ഒപ്പം ശ്രീ M. ജയചന്ദ്രൻ. ന്യൂസ് അവസാനിക്കുന്നു.